ഹായ് ഹലോ വെൽക്കം ടു രജനിയൻ കിച്ചൻ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ COVID-19 എന്ന ആ വൈറസിനായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുമ്പ് ഒരു പെപ്പർ രസം നമ്മൾക്ക് ഡെയിലി നമ്മൾ രസം കുറച്ചെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഹോർഡിങ് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ രസത്തിൻ്റെയും ടർമറിക്കിൻ്റെയും ഗുണങ്ങളാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം അതിനെപ്പറ്റി നമ്മൾ കൈ സാനിറ്റൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ ഒരു സാനിറ്റൈസർ കാണിക്കുവാണ്. അപ്പോൾ നമ്മൾ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ സാനിറ്റൈസർ നമുക്കുണ്ട്. എങ്കിലും കുറഞ്ഞ ചിലവിൽ നമ്മൾ വീട്ടിലും നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ പത്രത്തിൽ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ അത് വായിക്കാതെയോ അല്ലെങ്കിൽ പത്രം വരുത്താത്തവരോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കും അവെയർ ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീട്ടിലാണെങ്കിലും ഉണ്ടാക്കാം. പത്രത്തിൽ വന്ന ക്ലിപ്പ് ഇങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്യാനായിട്ട്. ഒരുപാട് കമ്പനികൾ ഹാൻഡ് വാഷ് ഇറക്കുന്നുണ്ട്. ഇത്തരം ഹാൻഡ് വാഷുകൾ നമ്മൾക്ക് യൂസ്ഫുൾ ആവില്ല. അപ്പം നല്ല തരം മാർക്കറ്റിൽ നമ്മൾക്ക് വിശ്വസ്തതയാർന്ന അല്ലെങ്കിൽ ഹെർബൽ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള മറ്റു പ്രോഡക്റ്റുകൾ നമ്മൾക്ക് ജേംസ് ഫ്രീ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സ്പിരിറ്റ് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതാണ് ഇത്. 40 രൂപയാണ് അതിൻ്റെ വില. പിന്നീട് ഞാൻ നാച്ചുറലായിട്ട് നമ്മൾക്ക് കിട്ടുന്ന അലോവേരയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച ജെല്ലാണ്, അലോവേരയുടെ ജെല്ലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നാച്ചുറലായിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ അലോവേരയുടെ തൈയോ ചെടികളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് നല്ലൊരു സാനിറ്റൈസർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. യാതൊരു പേടിയുമില്ലാതെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. നാച്ചുറലായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്ന ഈ അലോവേരയിൽ നിന്ന് ജെല്ലെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നാച്ചുറലായിട്ട് ഇപ്പോൾ കുട്ടികളുടെ ഹാൻഡ്സിലൊക്കെ നമുക്ക് ഈ ക്ലിനിക്കൽ സ്പിരിറ്റ് ആണെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഇതൊരു 40 രൂപ കൊടുത്താൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹാൻഡ് വാഷ്, നമ്മൾ സാധാരണ രീതിയിൽ വാങ്ങുന്ന ഹാൻഡ് വാഷ് ഇതിന് യൂസ്ഫുൾ ആവില്ല. അപ്പോൾ തീർച്ചയായും നമ്മൾക്ക് ഇങ്ങനൊരു ക്ലിനിക്കൽ സ്പിരിറ്റ് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ അലോവേരയും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു 3-4 തുള്ളി നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ജെല്ല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. കൂടുതൽ അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല. നല്ല എയർ ടൈറ്റായിട്ടുള്ള പാത്രങ്ങളിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും ഹാൻഡ് വാഷുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിലിൽ എടുക്കാം. സാധാരണ ബോട്ടിൽ വൃത്തിയായി കഴുകിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊക്കെ തുടച്ച് വെള്ളം തീർത്തും ഇല്ലാത്ത പാത്രങ്ങളിൽ വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാനും ബോട്ടിൽ ചെയ്യാനും ഒക്കെ. അപ്പോൾ 3 ടീസ്പൂൺ നമ്മളുടെ ഐസോപ്രൊപ്പൈൽ സ്പിരിറ്റ് എടുക്കുക. എന്നതിന് ശേഷം അലോവേരയുടെ ആ ജെല്ല് അതും സ്പൂണേ ഉപയോഗിക്കാവൂ. ഓക്കെ, 1 ടീസ്പൂൺ കറ്റാർവാഴ നീരിലേക്ക് 3 ടീസ്പൂൺ നമ്മുടെ ഐസോപ്രൊപ്പൈൽ സ്പിരിറ്റ് ഉപയോഗിക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ബോട്ടിലിൽ നനവില്ലാത്ത, ഈർപ്പം ഒട്ടുമില്ലാത്ത ബോട്ടിലിലേക്ക് സൂക്ഷിക്കുക. എന്നിട്ട് 3-4 തുള്ളി നമ്മുടെ കൈകളിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. നല്ലവണ്ണം കൈയുടെ എല്ലാ ഭാഗത്തേക്കും അത് തേച്ച് പിടിപ്പിക്കുക. അത് കറക്റ്റ് ഇവാപ്പറേറ്റ് ആവും ഈ സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ കൈ വാഷ് ചെയ്യാനോ സോപ്പിട്ട് ഉപയോഗിക്കാനോ ഒന്നും ചെയ്യരുത്. അത് അതേപോലെ നമ്മുടെ കൈയെ വിടുക. അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് നല്ല രീതിയിൽ, യാതൊരു പേടിയും വേണ്ട പാരൻസിന്, കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇതിന് വല്ല ഇതും പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ലോകാരോഗ്യ സംഘടന നമ്മൾക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ 60% ആൽക്കഹോളുള്ള ഏതെങ്കിലും നമ്മുടെ സാനിറ്റൈസറിൽ മാത്രമേ ഈ വൈറസ് ചത്തുപോകുള്ളൂ. അപ്പോൾ തീർച്ചയായും ഈ ഐസോപ്രൊപ്പൈൽ സ്പിരിറ്റിൽ ധാരാളം ആൽക്കഹോൾ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ 99% ആൽക്കഹോൾ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ എസൻസിന് നമ്മൾക്കൊരു മണം, നമ്മൾക്കൊരു ആൽക്കഹോളിക് ഇഫക്റ്റ് ആയതുകൊണ്ട് അത്ര ഇഷ്ടപ്പെടില്ല
പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും. പിന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടീ ട്രീ ഓയിൽ, ലെമൺ ഓയിൽ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഇത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ നമുക്കിതിപ്പോൾ ബോട്ടിൽ ചെയ്യാം. ഞാൻ നല്ലൊരു പാത്രം നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്തു. അതിന് ഈർപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തന്നെയാണ് ഞാൻ ഇതിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എല്ലാവരും പുറത്തു പോയി വരുമ്പോഴും സ്കൂളിലൊക്കെ പോയി തിരിച്ചു വരുന്ന കുട്ടികൾ, നമ്മൾ എവിടെ പോയി തിരിച്ചു വന്നാലും വീട്ടിലെത്തുമ്പോൾ നമുക്കിത് ഹാൻഡി ആയിട്ട് ബാഗിലൊക്കെ കൊണ്ടുപോകാം. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബാഗിലിട്ട് കൊണ്ടുപോകാം. ഇടയ്ക്കൊക്കെ കൈകൾ നമ്മൾ ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നല്ലവണ്ണം റബ്ബ് ചെയ്ത് കൊടുക്കുക കയ്യിൽ. അപ്പോൾ റബ്ബിങ് ആൽക്കഹോളിക് ഇഫക്റ്റുള്ള ഒരു സാധനമാണ്. നമ്മുടെ ക്ലിനിക്കൽ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന സ്പിരിറ്റാണ് ഇത്. യാതൊരുവിധ പേടിയും വേണ്ട. കണ്ണിലോ മൂക്കിലോ ഒക്കെ ആക്കണ്ട എന്ന് മാത്രം. അതുപോലെ നമ്മൾ കൈകൾ എപ്പോഴും കണ്ണിലും മൂക്കിലും മുഖത്തും ഒന്നും സ്പർശിക്കാതിരിക്കുക. മാക്സിമം ചെയ്യുമ്പോൾ ഇതുപോലെ റബ്ബിങ് ആൽക്കഹോൾ കൊണ്ടുപോയതിന് ശേഷം തീർച്ചയായും നമ്മൾക്ക് പേടിയില്ലാതെ നമുക്ക് ആ വൈറസ് എല്ലാം ചത്തുപോയി എന്നുള്ളൊരു ഉറപ്പോടുകൂടെ നമ്മളെ കൈകൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ തീർച്ചയായും ഈ ഒരു നമ്മുടെ ഐസോ പ്രൊപ്പലൈൻ ഒന്ന് വാങ്ങിയിട്ട് വീട്ടിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെൽ ഉപയോഗിച്ചിട്ടാണ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ അലോവേര ഇല്ലാത്തവർക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന ജെല്ലിലും ഉണ്ടാക്കാം. അതിലും 1 ടീസ്പൂൺ അലോവേര ജെല്ലെടുക്കുമ്പോൾ 3 ടീസ്പൂൺ നമ്മുടെ ഐസോപ്രോപ്പൈൽ സ്പിരിറ്റ് ഉപയോഗിക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ജെൽ ഫോം, നമുക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലിൽ എത്രത്തോളം നമ്മളെല്ലാം വിശ്വസ്തത വയ്ക്കുമെന്നുള്ളത് ഓരോരുത്തരെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു പേടിയും വേണ്ട. അതിൽ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഹാനികരമാകുന്ന വല്ലതും ഉണ്ടോ എന്നുള്ള പേടി വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു റബ്ബിംഗ് സ്പിരിറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിനെയും നമുക്ക് വേറൊരു ബോട്ടിലിലേക്ക് പകർത്തിയിട്ട് നമുക്ക് പുറത്ത് പോയി വരുമ്പോഴോ വീട്ടിലാണെങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊടുന്നതായിരിക്കും. പുറത്ത് പോകുന്നവർ പലരും ഉണ്ടാവും. നമുക്ക് പുറത്ത് പോകാതിരിക്കാനൊന്നും നിവൃത്തിയില്ല. അപ്പോൾ തീർച്ചയായും പോയി വരുമ്പോഴും അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാനും, എന്നിട്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ കൈ ഇതുപോലെ റബ്ബ് ചെയ്യാനും മറക്കണ്ട. 3-4 തുള്ളി ഡ്രോപ്സ് നമ്മൾ കയ്യിലേക്ക് ഒറ്റിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കൈയും പുറത്ത് പോകണവരെ തീർച്ചയായും ഇത് റബ്ബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ നേരത്തെ രസം കാണിച്ചിരുന്നു. അതും ഇടയ്ക്കൊക്കെ വീടുകളിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷൻസ് ഞാൻ തരുവാണ്. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പലർക്കും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ. അപ്പോൾ 3-4 തുള്ളി നമ്മുടെ കൈകളിലേക്ക് ഇറ്റിച്ചതിന് ശേഷം നല്ലവണ്ണം റബ്ബ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇഫക്റ്റ് തന്നെയാണ് ഇതിലും കാണുന്നത്. നല്ലവണ്ണം ഉള്ളം കയ്യിലൊക്കെ റബ്ബ് ചെയ്ത് വിടുക. പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോൾ ഇത് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾക്കിത് കുറഞ്ഞ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അലോവേര ജെല്ലുണ്ടെങ്കിൽ ഒരു ബോട്ടിലിന് നമ്മുടെ ഐസോപ്രോപ്പൈൽ സ്പിരിറ്റ് 40 രൂപ. അപ്പോൾ 2 ബോട്ടിലോളം നമ്മൾക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറഞ്ഞ അളവിൽ മാത്രമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? തീർച്ചയായും ഇത് വീടുകളിൽ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.